ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വീട്ടിൽ. എൻ്റെ വീട്ടിലാണ്. ഇവിടെ നാത്തൂൻ്റെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങാണ് കാണുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലാട്ടോ നടത്തുന്നത്. റിലേറ്റീവ്സും കാര്യങ്ങളും കുറച്ചൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് നാത്തൂന് ധാവണിയെ ഉടുപ്പിച്ചു. ധാവണിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. അങ്ങനെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മയൊക്കെ വന്നു. അമ്മയാണ് സെറ്റ് സാരി എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ കുപ്പിയോളയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അവിടെ ഉള്ള ചടങ്ങാണ് വളകാപ്പ്. അപ്പോൾ അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഉള്ളവർക്ക് ഇത് അറിയില്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ചെയ്യാണ്. അമ്മയാണ് ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. സിന്ദൂരം അതേപോലെ ചന്ദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 പാത്രത്തിലുണ്ടായിരുന്നു. അത് ഓരോന്നായിട്ട് എടുത്ത് കവിളിലും നെറ്റിയിലും കയ്യിലും തേച്ച് കൊടുക്കുന്നത്. പിന്നെ കുപ്പിയോള പൊട്ടാതെ അതും ഇട്ട് കൊടുക്കുക. പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അതും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുക. അത് ഏട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുപോലത്തെ ചടങ്ങ് നിങ്ങളവിടെ ഉണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളവിടെയുള്ള ചടങ്ങ് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അങ്ങനെ വളകാപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചു. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്ന് ഞങ്ങൾ ഇവിടെയുള്ള ചടങ്ങ് നടത്തുകയാണ്. ഞങ്ങളിവിടെയുള്ള ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ദക്ഷിണ കൊടുക്കുകയാണ്. വെറ്റിലയിൽ ദക്ഷിണ കൊടുക്കുക. പിന്നെ ഒരു വെറ്റിലയും അതിലൊരു അടയ്ക്ക, പിന്നെ 101 രൂപ അങ്ങനെ വെച്ചിട്ട് മുതിർന്നവർക്ക് കൊടുക്കുക. അപ്പോൾ അവർ ദക്ഷിണ കൊടുക്കുക, അവരുടെ നിന്ന് അനുഗ്രഹം വാങ്ങുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ കൊടുത്തു. അപ്പോഴേക്കും മോന് ദർശക അവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് ചടങ്ങ്. അപ്പോൾ തിരിഞ്ഞു നോക്കാതെ അവർ പോവാണ്. അവർ വന്ന ആളുകളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും താഴത്ത് റോഡ് താഴത്തേക്ക് കുറച്ച് നടന്നു പോകാണ്ടായിരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ ആൾക്ക് നല്ല സങ്കടവും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അതാ കൊണ്ടുവിടുകയാണ്. താഴത്ത് വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് ഇറങ്ങി പോകാണ്ട് ഞാനും എല്ലാവരും കൂടെ ആയിട്ട് പോയി. താഴത്തെത്തിയപ്പോഴേക്കും ആൾ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വണ്ടിയൊക്കെ വന്ന് എല്ലാവരും കയറി പോകാൻ നിൽക്കുമ്പോൾ തന്നെ അച്ഛന് ഇതാ മോനെയും കൊണ്ട് ഉമ്മ വെപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മയൊക്കെ കൊടുത്ത് അമ്മായിനെ ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ അവർ പോവുകയാണ്. വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി കയറി ഞങ്ങൾ കാണുന്ന സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല കരച്ചിലായിരുന്നു. ടാറ്റയൊക്കെ തന്ന് അങ്ങനെ അവർ പോയി വരുമ്പോൾ ഞങ്ങൾ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ